എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മൈഗയെ കാണിക്കുന്നു. ആ ഒരു വില്ലൻ മൈഗയുടെ ടീമിലുള്ള എല്ലാവരെയും ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ കുട്ടപ്പന്റെ ചുറ്റും ഇപ്പൊ എല്ലാവരും ഹിറ്റാച്ചിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനാണെങ്കില് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ വണ്ടർ അടിച്ചു നിൽക്കുമ്പോ ഇവിടെ മൈഗയോട് ഇപ്പൊ കിസിമി വില്ലൻ പറയും, ഫൈറ്റ് ചെയ്തപ്പോ ഞാൻ കരുതിയില്ല നിന്റെ ശിഷ്യന്മാര് ഇത്രയും പവർഫുൾ ആണെന്ന്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരമൊന്നും വേണ്ടി വന്നില്ല അവരെ ലോക്ക് ചെയ്യാനെന്നും പറഞ്ഞ് അവൻ ചിരിക്കുമ്പോ ലോങ് ഷോട്ടിലിരുന്ന് ഇപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ അതെല്ലാം തന്നെ നോക്കി കണ്ടോണ്ടിരിക്കുകയാണ്. നെജിയും ടെൻടണും ലിയു ആവട്ടെ അവന്റെ വാട്ടർ ജിപ്സൂല് ഇപ്പൊ ശ്വാസം പോലും വിടാനാവാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫക്കൂൺ പട്ടിക്കുട്ടിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് അവനെ കൊന്നുകളയാനായിട്ട് ആ വില്ലനെ കൊണ്ട് കഴിയും. മാത്രമല്ല ഇപ്പൊ അവൻ മാത്രമേ അവർക്ക് വഴി കാട്ടാനായി ബാക്കിയുള്ളൂ. മൈഗയുടെ കൈ മുഴുവൻ ഇപ്പൊ രക്തമായിട്ട് അവൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. വില്ലന്റെ ആ ഒരു സ്ക്വാഡ് അത് പതിയെ ഇപ്പൊ വില്ലന്റെ അടുത്തേക്ക് തിരികെ പോവും. മൈഗൈ ഉടനെ ഇനി എന്റെ ആയുധം അത് പുറത്തെടുക്കണമെന്ന് പറഞ്ഞ് നെഞ്ചൊക്കെ പുറത്തേക്ക് എടുക്കും. മൈഗയുടെ വെപ്പൻ കണ്ട് എല്ലാവരും ഷോക്കാവുമ്പോ മൈഗൈ ആവട്ടെ അതിട്ട് കറക്കാൻ തുടങ്ങും. വില്ലന് വാശി കൂടും. അത് കണ്ട് വില്ലനാവട്ടെ അവൻ തട്ടഹസിച്ച് നെഞ്ചക്കും വീശി മൈഗയുടെ തൊട്ടടുത്തേക്ക് ഇപ്പൊ പാഞ്ഞടുക്കും. ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ ചുറ്റും ഇപ്പൊ ഒരുപാട് ഹിറ്റാച്ചിയെ കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇതൊരു പക്ഷേ അവന്റെ ക്ലൗൺ ചിപ്സും ആയിരിക്കോ? എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഒരുപാട് കത്തികളെടുത്ത് അവന് ചുറ്റും ഇപ്പൊ വലിച്ചെറിയും. കത്തികൾ ചന്നം പിന്നം ഇപ്പൊ പറന്നു ചെന്ന് ചുറ്റും ഉണ്ടായിരുന്ന ഹിറ്റാച്ചികളെല്ലാം തന്നെ ഇപ്പൊ തകർത്ത് കളയും. ആ ബോഡികളെല്ലാം തന്നെ ഇപ്പൊ പൊട്ടിത്തെറിച്ച് കാക്കകളായിട്ട് അവന്റെ ചുറ്റും പറക്കും. കുട്ടപ്പനൊന്നും മനസ്സിലാവില്ല. ഞാൻ അവന്റെ കണ്ണിൽ നോക്കിയില്ലല്ലോ, പിന്നെങ്ങനെ അവന്റെ ഗെഞ്ചിപ്സൂല് ഞാൻ പെട്ടുപോയിന്ന് കുട്ടപ്പൻ ആലോചിക്കുമ്പോ അതിന് സാക്ഷാൽ ഹിറ്റാച്ചി പറയും, എന്റെ ഗെഞ്ചിപ്സു അതെന്റെ കണ്ണിൽ മാത്രമല്ല എന്റെ വിരൽ തുമ്പിലും ഉണ്ട്, അവിടേക്ക് നോക്കിയാലും നീ അതിൽ പെട്ടുപോകുന്നു പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് കുട്ടപ്പൻ അവന്റെ വിരലിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഒരു മോതിരം കാണാം. ആ ഒരു മോതിരത്തിലേക്ക് ഹിറ്റാച്ചി അവന്റെ ശരീരം കണ്ണ് അത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചാണ് ഇപ്പൊ കുട്ടപ്പനെ അവന്റെ ഇല്യൂഷനിലേക്ക് കൊണ്ടുവന്നത്. ഹിറ്റാച്ചി പറയും, ഇപ്പൊ ഞാൻ എന്റെ മങ്കി ക്യൂ ശരീരം കണ്ണ് അത് ഉപയോഗിക്കുന്നില്ല, നിന്നെ എനിക്ക് വേണം, തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ നിന്നെ ഉറക്കാൻ പോവാണ്. അത് കേട്ട് കുട്ടപ്പൻ പേടിച്ചു വരച്ച് ഞാൻ ശ്രദ്ധയില്ലാതെ വലിയൊരു ട്രാപ്പിൽ ചെന്ന് വീണു. അപ്പൊ കുട്ടപ്പൻ അവന്റെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. ചെറുപ്പത്തില് ജിറയ മാമൻ ഗെഞ്ചിപ്സ് ബ്രേക്ക് ചെയ്യുന്നത് അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോ കുട്ടപ്പൻ പറയും, എനിക്ക് ഗെഞ്ചിപ്സ് ബ്രേക്ക് ചെയ്യണ്ട, എനിക്ക് ഗെഞ്ചിപ്സു ആണ് പഠിക്കേണ്ടത്, എന്നെ ആർക്കും ഗെഞ്ചിപ്സുവിൽ വീഴ്ത്താൻ കഴിയില്ല എന്ന് പറയുമ്പോ മാമൻ ടെൻഷനായിട്ട് പറയും, ഗെഞ്ചിപ്സു എന്ന് പറയുന്നത് വളരെ വലിയൊരു ജിപ്സു ആണ്. ഒരാള് നിന്നെ ഗെഞ്ചിപ്സുവിൽ ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ചക്ര ഫ്ലോ അത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും നിന്നെ ഗെഞ്ചിപ്സുവിൽ വീഴ്ത്തുക. നിന്നെ ഗെഞ്ചിപ്സുവിൽ വീഴ്ത്താനായിട്ട് ഹിറ്റാച്ചി ഉച്ചിഹ അവൻ കാത്തിരിക്കുകയാണ്. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പനും ഒരു സെക്കൻഡ് ഷോക്കാവും. മാമൻ പറയും, അങ്ങനെ ഒരു അവസ്ഥ വന്നാ നിന്റെ മാസ്റ്റർ കാക്കാഷിക്ക് പോലും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് എന്തായാലും ഈ ഒരു ടെക്നിക്ക് അത് നീ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് കുട്ടപ്പനെ തൂക്കിയെടുത്ത് ഇപ്പൊ വെള്ളത്തിലേക്കിടും. മാമൻ ആദ്യമായിട്ട് പറയും, ആദ്യം അവര് നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ നിന്റെ ചക്ര ഫ്ലോ അത് നീ സ്റ്റോപ്പ് ചെയ്യണം. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പൻ കൺഫ്യൂസ്ഡ് ആയിട്ട്, ഓൾറെഡി എന്റെ ചക്ര ഫ്ലോ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അതിന് മാമൻ പറയും, നീ നിൽക്കുന്നത് പോലും നിന്റെ ചക്ര ഫ്ലോയിലാണ്, അത് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഗെഞ്ചിപ്സുവിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാം. അതിന് കുട്ടപ്പൻ, ഓക്കെ കുഴപ്പമില്ല, എന്റെ ചക്ര ഫ്ലോ അതിപ്പോ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കുട്ടപ്പൻ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോ അങ്ങനെ തന്നെ അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും. അത് കണ്ട് മാമൻ പറയും, ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ മാത്രമേ നിനക്കിത് വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയൂ, ഒരു ബ്രഹ്മാണ്ഡ വില്ലൻ വന്നാ തീർച്ചയായിട്ടും നീ പെട്ടുപോകുമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ആ ഒരു പുഴയിലെ വെള്ളം അത് മുഴുവനായിട്ടും ഇപ്പൊ കൺട്രോൾ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. അവന്റെ കോൺസെൻട്രേഷനും പവറും കണ്ട് മാമൻ തന്നെ ഒരു സെക്കൻഡ് അതിശയിച്ചു പോവും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് കുട്ടപ്പൻ അതെല്ലാം ആലോചിച്ച് അവന്റെ ചക്ര പവർ അതങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവന്റെ ചക്ര ഫ്ലോ അത് കട്ട് ചെയ്യാൻ തുടങ്ങും. അതേ സമയത്ത് ഇവിടെ മൈഗയാവട്ടെ അവനെ നെഞ്ചക്ക് ഉപയോഗിച്ച് കറക്കി കറക്കി വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വില്ലന്റെ പിന്നാലെ ഓടി അവനെ മടക്കി ലോക്ക് ചെയ്ത് നെഞ്ചക്ക് വെച്ച് അടിക്കാൻ നോക്കുമ്പോ വില്ലൻ ഹായ് ആയിട്ട് അവന്റെ സ്ക്വാഡ് വെച്ച് തടുത്ത് ഇപ്പൊ വീണ്ടും വെള്ളത്തിലൂടെ മുൻപോട്ട് ഓടാൻ തുടങ്ങും. മൈഗൈ വിടില്ല. അവന്റെ തൊട്ടു പിന്നാലെ തന്നെ
ഇപ്പൊ മൈഗൈ ഓടുമ്പോ വില്ലൻ അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മൈഗൈനെ വീണ്ടും തടഞ്ഞു വെക്കാൻ ശ്രമിക്കും. മൈഗൈ അവന്റെ കൈ നീട്ടി ആ ഒരു ക്ലൗണിനെ അങ്ങനെ തന്നെ പൊട്ടിച്ചു കളയും. ഇവിടെ ടെൻഷൻ ആവട്ടെ അവളുടെ ലിമിറ്റ് അടുത്ത് ഇപ്പൊ ശ്വാസം വിടാനാവാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൈഗൈ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ചുറ്റും നോക്കുന്ന അതേ സമയത്ത് വില്ലനാവട്ടെ വലിയൊരു ഷാർക്കിനെ മൈഗയുടെ നേർക്കയക്കും. അവൻ ആ ഷാർക്കിനെ പിടിച്ചു വെച്ച് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോ വില്ലൻ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ അങ്ങനെ തന്നെ മൈഗയ്ക്ക് നേരെ വീശി അങ്ങോട്ട് നിൽക്കും. മൈഗൈ അവന്റെ മുഴുവൻ പവറും എടുത്ത് ആ ഒരു സ്ക്വാഡ് അത് തടഞ്ഞു വെക്കുമ്പോഴായിരിക്കും മൈഗയ്ക്ക് അവൻ ആരാണെന്ന് ഓർമ്മ വരിക. യു ആർ അൺബിലീവബിൾ, ഇത് നീ ആയിരുന്നോ എന്നവൻ ചോദിക്കുമ്പോ വില്ലനാവട്ടെ അവൻ ചിരിക്കാൻ തുടങ്ങും. ഇപ്പോഴെങ്കിലും നിനക്കെന്നെ മനസ്സിലായല്ലോ. വില്ലൻ മൈഗൈനെ പിടിച്ചു വലിച്ച് അങ്ങനെ ഇടിച്ച് ഇപ്പൊ താഴേക്കിടും. നെജിയും ടെൻട്ടണും അത് കണ്ട് പേടിച്ചു നിൽക്കുമ്പോ ലീക്കറിയാം ഒരിക്കലും മൈഗൈനെ അത്ര എളുപ്പത്തില് അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല. മൈഗൈ അടികെട്ടി ഇപ്പൊ പതിയെ താഴേക്ക് പോകുമ്പോ ഈ ഒരു വില്ലനെ ഞാൻ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നവൻ ആലോചിക്കാൻ തുടങ്ങും. പക്ഷെ ഇവിടെ വില്ലൻ അവൻ അടങ്ങിയിരിക്കില്ല. അവൻ വീണ്ടും 5 ഷാർക്കുകളെ അങ്ങനെ തന്നെ ഇപ്പൊ മൈഗയ്ക്ക് നേർക്കയക്കും. മൈഗൈ അവന്റെ സർവ്വശക്തി എടുത്ത് ഇപ്പൊ ഓരോ ഷാർക്കുകളെ ആയിട്ട് തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങും. പക്ഷെ മറ്റൊരു ഷാർക്ക് അത് നേരെ വന്ന് അതങ്ങനെ തന്നെ ഇപ്പൊ മൈഗൈനെ വിഴുങ്ങാൻ ശ്രമിക്കും. പക്ഷെ മൈഗൈ ആവട്ടെ അതിന്റെ വാ പിടിച്ച് പിളർക്കും. അപ്പൊ മറ്റൊരു ഷാർക്ക് ഇപ്പൊ മൈഗയുടെ പുറകിൽ വന്ന് അവന്റെ കയ്യിൽ കടിക്കും. രക്തം തുളുമ്പി ഒരുപാട് വേദനയില് ഇപ്പൊ മൈഗൈ കിടന്ന് പൊളയാൻ തുടങ്ങും. മൈഗൈ ഓരോ അടി അടിക്കുമ്പോഴും ആ ഷാർക്കുകള് അത് വീണ്ടും വീണ്ടും റീജനറേറ്റ് ആയി ഇപ്പൊ മൈഗൈക്ക് നേരെ വന്നു കൊണ്ടേയിരിക്കുകയാണ്. 5 ഷാർക്കുകളും ഒറ്റയടിക്ക് മൈഗയുടെ തൊട്ടടുത്തെത്തുമ്പോ അവൻ കൈ കറക്കി അവറ്റകളെല്ലാം തന്നെ ഇപ്പൊ അടിച്ചു തെറിപ്പിക്കും. അതേസമയം ടെൻട്ടൻ ആവട്ടെ അവൾക്ക് ശ്വാസം കിട്ടാതെ ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് കണ്ട മൈഗൈ ഇനി നോക്കിയിരുന്നാല് അതൊട്ടും ശരിയാവില്ല, എന്റെ ഗേറ്റ്സ് അത് ഓപ്പൺ ആക്കാൻ സമയമെന്ന് പറഞ്ഞ് അവൻ 1 2 3 4 അവന്റെ 4 ഗേറ്റ്സ് ഇപ്പൊ ചാട്ടാപ്പട്ടാന്ന് ഓപ്പൺ ആക്കും. മൈഗയുടെ കളർ തന്നെ മാറി അവൻ റെഡായിട്ട് തീരുമ്പോ ഇവിടെ വില്ലനാവട്ടെ പേടിച്ചു വരച്ച് അവന്റെ കണ്ണ് രണ്ടും തള്ളി പുറത്തേക്ക് വരും. അവന്റെ 5th ഗേറ്റ് തുറക്കുമ്പോ ആ ഒരു വെള്ളം അതെല്ലാം തന്നെ ഇപ്പൊ തെറിച്ചു പോകാൻ തുടങ്ങും. വില്ലന്റെ 5 ഷാർക്കും ഇപ്പൊ കറങ്ങി തെറിക്കുമ്പോ നമ്മുടെ ആൾക്കാരാവട്ടെ വണ്ടർ അടിച്ച് മൈഗൈനെ നോക്കി നിൽക്കും. ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ മൈഗൈ ഒരിക്കലും ഈ ഒരു സന്ദർഭത്തില് അവന്റെ ഗേറ്റ്സ് അത് ഓപ്പൺ ചെയ്യുമെന്ന് കരുതിയില്ല. മൈഗൈ വീണ്ടും അവന്റെ 6th ഗേറ്റ് അത് ഓപ്പൺ ചെയ്യുമ്പോ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അത് കാണുമ്പോൾ നെജിക്ക് ആവേശാവും. ഞാനും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ വ്യാഹു കണ്ണുവെച്ച് ആ ഒരു വില്ലന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ ഒരൊറ്റ അടി അടിക്കും. നെജി കറങ്ങി വന്ന് ഇപ്പൊ ലിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗോളം അതങ്ങനെ തന്നെ അടിച്ചു പൊട്ടിക്കും. അവര് 2 പേരും ചേർന്ന് ഇപ്പൊ ടെൻട്ടനെ സേഫ് ആയിട്ട് പുറത്തെടുക്കും. അത് കണ്ട് വില്ലൻ അവൻ ഓടി രക്ഷപ്പെടാൻ നേരത്ത് മൈഗൈ അങ്ങനെ തന്നെ അവന്റെ മുഴുവൻ പവറും എടുത്ത് ഇപ്പൊ വില്ലന്റെ തൊട്ട് മുൻപിലെത്തും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ കുട്ടപ്പൻ അവന്റെ സകല പവർ ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചിയുടെ ഗെഞ്ചിപ്സു അത് തകർത്തെറിയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.